Good afternoon, Miss. സുഖമാണ് മിസ്. കഴിച്ചു മിസ്. ചമ്മന്തി, മാങ്ങ, ഉറക്കം വരുന്നുണ്ടോ മിസ്? പനി പിന്നെ ഉറക്കം വരും. നമുക്കെന്നാ ഉറക്കമൊന്നുമില്ല, നല്ല പോലെ ആക്ടിവിറ്റിയിലൂടെയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ കേട്ടോ എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? പംകിൻ, ഫാസ്റ്റ് ഫുഡ് കുറേ ഐറ്റംസ്, റോസയുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഡയറി പ്രോഡക്ട്സ് ഉണ്ട്, ഉണ്ട്, കാർബോ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് പറയുകയാണ്, ഇപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഒരു ദിവസം എടുത്താൽ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോവുക, അത് മാത്രമേ നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം കഴിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അവിടെ ഹരീഷ്മ എന്തോ സെലക്ട് ചെയ്യും? മഹിഷ്മ മഹിഷ്മ എന്നായിരുന്നു. ഓക്കെ മഹിഷ്മ പറ എന്തോ സെലക്ട് ചെയ്യുന്നത്? 2 ഫുഡ്, ഫ്രൂട്ട്സോ ബ്രെഡ് മിൽക്ക് വരുന്നതും എടുക്കും, ഫ്രൂട്ട്സിൻ്റെതും എടുക്കും. മറ്റേതും എടുക്കും. എന്നാലും 2 പറഞ്ഞുകൊണ്ട് മാത്രം തൽക്കാലം അത് എടുക്കും. ദേവിക എന്നല്ലേ പേര്? ദേവിക ഏതെടുക്കുന്നത്? എല്ലാവരും ഫ്രൂട്ട്സാണ്. ഫ്രീ ആയിട്ട് ഇപ്പം ഞാൻ ക്ലാസ്സിലോട്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുത്തേനെ? മറ്റേത് എടുത്തേനെ. ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം ഇതെടുക്കുന്നു. അവിടെ അമൃതയാണോ അശ്വതിയാണോ? ശരി മായ എന്തെടുക്കും? ഞാൻ ഫ്രൂട്ട്സും ബ്രെഡും പിന്നെ എടുക്കുന്ന ആൾക്കാരായിരുന്നു. ഹെൽത്തി ആയതുകൊണ്ടാണ് നിങ്ങൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മിൽക്കൊക്കെ എടുക്കുമെന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഇപ്പൊ കഴിക്കാൻ ഒരു ആപ്പിളും ഇക്കാൽ ഞാൻ ഒരു ബർഗറോ തരുന്നെങ്കിൽ നിങ്ങൾ എന്തോ സെലക്ട് ചെയ്യും? ആപ്പിളാണോ ബർഗറാണോ? ബർഗർ. ബർഗർ വലിയ താല്പര്യമില്ല. ഞാൻ കഴിക്കുന്നത് ചിക്കൻ ആയാലും റോസ്റ്റഡ്, അതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? റോസ്റ്റഡും എടുക്കും. അപ്പൊ ഇതിപ്പോ ഞാൻ കാണിച്ചൊക്കെ എന്താണ്? ഹെൽത്തി ഫുഡാണ് അല്ലേ? ഫുഡ് എന്തിനാ നമ്മൾ കഴിക്കുന്നത്? എനർജി കിട്ടാനും ബോഡി ബിൽഡിങ്ങിന് ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഫുഡിനകത്ത് എന്താ ഉള്ളത്? നമ്മൾ എത്തരത്തിലുള്ള ആഹാരം കഴിക്കണമെന്നാണ് നിങ്ങളുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ പറയുന്നത്? ആഹാരം കഴിക്കുമ്പോൾ പോഷകാഹാരങ്ങൾ അല്ലേ, അതായത് ന്യൂട്രിയൻസ് ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആഹാരം കഴിക്കണമെന്ന് പറയും. അപ്പൊ ന്യൂട്രിയൻസ് എന്താണെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് പറയും? കമ്പോണൻസ്. ന്യൂട്രിയൻസ് എന്ന് ചോദിച്ചാൽ വളരാൻ സഹായിക്കുന്ന വളരാൻ. അപ്പൊ ന്യൂട്രിയൻസ് എന്താണ്? നമ്മൾ എന്തിനു സഹായിക്കുന്നവയാണ്? ഗ്രോത്തിന്. ഒന്നാമതായിട്ട് എന്റെ ഫംഗ്ഷൻ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ബോഡി റിപ്പയറിങ്, റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലേ? റിപ്പയർ ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പനിയായി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് വെച്ചോ, അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നവരെന്തോ കൊണ്ടുവരുന്ന പിസയും ബർഗറുമാണ്, ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരും. പിന്നെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്തോ ആഡ് ചെയ്ത് കഴിക്കും? വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഈ ന്യൂട്രിയൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ബോഡിയെ റിപ്പയർ ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയാൽ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബോഡി ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, ന്യൂട്രിയൻസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥ. അത് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. സന്തുലിതാവസ്ഥ, ബാലൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് നിർത്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ നിർത്തുന്നത്? കറക്റ്റ് ഇതിന്റെ സെന്ററിൽ പിടിക്കുമോ അതിന്റെ അറ്റത്ത് പിടിക്കുമോ? സെന്ററിൽ പിടിക്കുക. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ തുല്യത, 2 സൈഡ് ഈക്വൽ ആക്കിയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ എങ്ങനെയോ നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വേയിൽ നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ന്യൂട്രിയൻസ് എന്താന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഈ ന്യൂട്രിയൻസിനെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ
കാർബോഹൈഡ്രേറ്റ് ന്യൂട്രിയൻസിൽ നമ്മൾ പൊതുവെ രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. എന്തുവാ മാക്രോ എന്നും തിരിക്കും, മൈക്രോ എന്നും തിരിക്കും. അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാക്കി തന്നെ ഇല്ലേ? മാക്രോ എന്ന് പറഞ്ഞാൽ വലിയത്, കുറച്ച് വലുത്, അതായത് കുറച്ച് വലിയ അളവിൽ വേണ്ടുള്ള സാധനങ്ങൾ. അപ്പൊ മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ അളവ്, കുറച്ച് ചെറിയ അളവിൽ മതി. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം ഒരു ബാലൻസ്ഡ് ഡയറ്റില് പ്രധാനമായിട്ട് നമുക്ക് ന്യൂട്രിയൻസിനെ പറ്റിയാ പഠിക്കേണ്ടത്. ഇവിടെ 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 അവിടെ വെട്ടമായിരിക്കും. നീ പോയി പറയാം, നിങ്ങൾ പോണം, ഞാൻ വീഡിയോ എടുക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ കണ്ട ആരെയാ? കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് ഏത് ഫുഡിൽ നിന്ന് കിട്ടുന്നത്? റൈസ്, വീറ്റ്, ബ്രെഡ്, കോൺ, പിന്നെ ബ്രെഡ്. അപ്പൊ ഇതിപ്പോ ചെറിയൊരു എക്സാമ്പിൾ, ഇത് മാത്രമല്ല ഒരുപാടുണ്ട്. ഇതിപ്പോ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്, അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ബോഡിക്ക് എന്ത് തരും? എനർജി തരും. നമ്മൾ ഈ ചോറൊക്കെ കഴിക്കുന്നത് എന്തോ കിട്ടാൻ വേണ്ടി? എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി, പ്രൊവൈഡ് എനർജി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അപ്പൊ അടുത്ത ആളാരാണ്? പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ കിട്ടുന്നതിൽ നിന്നൊക്കെയാണ് നോക്കേ. ഫിഷ് ഉണ്ട്, മീറ്റ് ഉണ്ട്, പിന്നെ പീനട്ട്, പിന്നെ എന്താണ്? എഗ്ഗ്. അപ്പൊ ഇത്രയും ഐറ്റംസിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോട്ടീൻ കിട്ടുന്നത്. അപ്പൊ പ്രോട്ടീൻ കേൾക്കുമ്പോഴേ മനസ്സിൽ പ്രോട്ടീൻ പൗഡർ വരുന്നുണ്ടോ? പ്രോട്ടീൻ പൗഡർ കൂടുതൽ ആരാ കഴിക്കുന്നത്? ജിമ്മന്മാരാ കഴിക്കുന്നത്, ബോഡി ബിൽഡ് ചെയ്യാൻ. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? ബോഡി ബിൽഡിംഗ് ആണ്. അതായത് നമ്മളെ മസിൽസ് ഒക്കെ വരുത്താൻ എന്താ ആവശ്യമാണ്? പ്രോട്ടീൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ബോഡി ബിൽഡ് ചെയ്യാൻ നമ്മുടെ ടിഷ്യൂ ഒക്കെ റിപ്പയർ ചെയ്യാൻ, എന്തെങ്കിലും പറ്റിയാലും നമുക്ക് ഒന്നും കൂടെ ബോഡി ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ ടിഷ്യൂസ് ഒക്കെ റിപ്പയർ ആക്കി എടുക്കാനായിട്ട് സഹായിക്കുന്ന ആരാണ്? നമ്മുടെ പ്രോട്ടീൻ ആണ്. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ന്യൂട്രിയൻസ്. അടുത്ത ഈ ഫാറ്റ് പറഞ്ഞു. ഫാറ്റ് കിട്ടുന്നത് എന്ത് ചെയ്യുന്നൊക്കെയാ? അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്കറിയാം. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫാറ്റ് കിട്ടുന്നത്. അപ്പൊ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബോഡി, ഇപ്പൊ നമ്മള് മെലിഞ്ഞിരിക്കുന്ന ഒരാളെ കണ്ടു, തടിച്ചിരിക്കുന്ന ശരീരമുള്ള ഒരാളെ കാണുമെന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ ശരീരമുള്ള ആൾക്കാണോ കൂടുതൽ ഫാറ്റ് എന്ന് പറയുക, അത് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാണോ? ശരീരമുള്ള ആൾക്കാണ്. കാരണം ഫാറ്റ് എന്ന് പറഞ്ഞൊരു വസ്തു എന്താ? സ്റ്റോർ ചെയ്യപ്പെടും നമ്മുടെ ശരീരത്തിന്. അപ്പൊ ഒന്നാമതായിട്ട് ഫാറ്റിന്റെ ഫംഗ്ഷൻ വെച്ചാൽ അത് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമ്മൾ എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവാക്കുന്നുണ്ട് ഫാറ്റിനുണ്ട്. ഇത് ഉത്പാദിപ്പിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷേ സ്റ്റോർ ചെയ്ത് വെച്ച് സഹായിക്കുന്ന ആരാണ്? ഫാറ്റ് ആണ്. അപ്പൊ നമ്മുടെ ബോഡിയിലൊക്കെ ഫാറ്റ് അടിച്ചിരിക്കാൻ കാരണം എന്താണ്? സ്റ്റോർ ചെയ്ത് വെക്കപ്പെടും. എന്ത്? ഫാറ്റ് എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഫാറ്റ് കിട്ടുന്നത് ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്നാണ്? ഓയിലുണ്ട്, ബട്ടർ ഉണ്ട്. ഇത് മൂന്നല്ല, ഇതിൽ കൂടുതലുണ്ട്. ഇതെന്താണ്? ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ഇനി എന്താ? വൈറ്റമിൻസ്. വൈറ്റമിൻസ് ക്യാരറ്റ്, ഗ്രേപ്സ്, കോളിഫ്ലവർ, ക്യാബേജ് എന്തായാലും പറയാം, വെജിറ്റബിൾസ്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ്. അതായത് എന്താ? സിംപ്ലി പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ വൈറ്റമിൻസ്. ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ട്? A, B, B, C, D, K. B1, B2. അപ്പൊ അത്ര വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ വൈറ്റമിൻസ് നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മുടെ ബോഡിക്ക് കിട്ടണമെങ്കിൽ എന്ത് കഴിക്കണം? നമ്മള് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല അളവില് കഴിച്ചാൽ മാത്രമേ എന്ത് കിട്ടത്തോളൂ? വൈറ്റമിൻസ് കിട്ടത്തോളൂ. അപ്പൊ അടുത്ത ഇനി ഒരാൾ കൂടി ഇല്ലേ? മിനറൽസ് ഉണ്ട്. അപ്പൊ മിനറൽസ് എന്തൊക്കെ കിട്ടും നമുക്ക്? മിനറൽസ് എന്തിന് കിട്ടും? വെജിറ്റബിൾസിന് കിട്ടും. പിന്നെ ചീസ്, മിൽക്ക്,
പിന്നെ നട്ട്സ് ആണ് അതിൽ കാഷ്യൂ നട്ട് ഉണ്ട്, പിസ്ത, പിന്നെ നമ്മുടെ ബദാം ഉണ്ട്, നട്ട്സ്. അപ്പൊ നട്ട്സ് ചെയ്യുന്നു, അതായത് നമ്മുടെ ഡയറി പ്രൊഡക്ട്സ് ആയ മിൽക്ക്, ചീസ്, പിന്നെ വെജിറ്റബിൾസ്. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മിനറൽസ് കിട്ടുന്നത്. അപ്പൊ ഈ മിനറൽസിന്റെ ഫംഗ്ഷൻ എന്തോന്ന് അറിയാമോ? നമ്മളുടെ ബോഡിന്റെ ഹെൽത്തിനൊക്കെ സഹായിക്കുന്ന, ബോഡിന്റെ ഹെൽത്തിന് ആര് സഹായിക്കുന്നുണ്ട്? മിനറൽസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത നമ്മൾ വൈറ്റമിൻസിന്റെ ഫംഗ്ഷൻ പറഞ്ഞില്ലല്ലോ. വൈറ്റമിൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ കൂടുതൽ അസുഖം വന്നത് കിടക്കുന്നവരുടെ ആൾക്കാർ എന്തുകൊണ്ട് വരുന്നത്? ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മളെ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? വൈറ്റമിൻസ് ആണ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്താണ്? മിനറൽസ് സഹായിക്കും. നമ്മൾ കാൽഷ്യം കിട്ടുന്ന പാലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കാൽഷ്യം ബോൺസിന്റെ ഡെപ്പോസിഷനൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിനകത്ത് അപ്പൊ വരും. അപ്പൊ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റുമാണ് മാക്രോ ന്യൂട്രിയൻസ്. അതായത് നമ്മൾ കൂടുതൽ അളവില് കൺസ്യൂം ചെയ്യുന്നുള്ള ആൾക്കാരൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റുമാണ്. ഇനി മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആവശ്യമാണ്. പക്ഷേ കുറഞ്ഞ അളവിൽ, കുറച്ച് അളവിൽ മതി. ഇപ്പൊ നമ്മള് നട്ട്സ് ഒക്കെ കഴിക്കാന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 5-6 നട്ട്സ് കഴിച്ചാൽ മതി. അതിൽ കൂടുതൽ കഴിക്കണം, അത് പിന്നെ എക്സസ് ആവും നമുക്ക്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോ ന്യൂട്രിയൻസ്. നമ്മൾ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചാൽ മതി ഒരു ദിവസം. അല്ലെങ്കിൽ ചായ ഒരു ഒന്നിൽ കൂടുതൽ ചായ ഒക്കെ കുടിക്കുന്നവരുണ്ട്, ശരീരത്തിന് നല്ലതാണോ? നമ്മൾ ഒരു ഗ്ലാസ് പാലൊക്കെ ഒരു ദിവസം കൺസ്യൂം ചെയ്താൽ മതി. കാരണം ഇതൊക്കെ നമുക്ക് കുറച്ച് അളവിൽ മതി. പക്ഷെ വൈറ്റമിൻസ് നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. പക്ഷേ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, നമുക്ക് എനർജി മെയിൻ ആയിട്ട് തരുന്ന സോഴ്സ് ഏതാണ്? നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ നമുക്കത് ആവശ്യമാണ്. പിന്നെ വൈറ്റമിൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞത്? ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഡിസീസിൽ നിന്നൊക്കെ നമ്മളെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് പറഞ്ഞത്? എനർജി. എനർജി. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ മനസ്സിൽ ഓർത്ത് വെക്കുമല്ലോ. അടുത്ത പ്രോട്ടീന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ്, ബോഡി ബിൽഡിംഗ്, മസിലിന്റെ ഗ്രോത്ത്, ടിഷ്യൂനൊക്കെ പറ്റിയ ടിഷ്യൂന്റെ റിപ്പയർ, അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അടുത്ത ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? സ്റ്റോർഡ് എനർജി. എന്തിനാണ്? എനർജി സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ഫാറ്റ് ആണ്. അടുത്ത മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിന്റെ ഹെൽത്തിനെ നമ്മളെ സഹായിക്കുന്ന ആരാണ്? മിനറൽസ് ആണ്. അടുത്ത വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. നമ്മുടെ ഡിസീസിൽ നിന്നൊക്കെ നമ്മളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? വൈറ്റമിൻസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങളിപ്പം 3 പേരില്ലേ? അപ്പം ഇത് എടുത്തുകൊണ്ട് 2 പേര്. അപ്പൊ നിങ്ങൾക്ക് എടുത്ത് ഞാൻ ഒരു മിനിറ്റ് സമയം തരാം. ഇത് നമ്മള് ഈ പിക്ചർ ക്യാപ്ചർ ഗെയിം ഒക്കെ കണ്ടിട്ടില്ലേ? അതായത് പിക്ചർ അപ്പൊ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് വരയ്ക്കുക ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എഴുതിയാൽ മതി. അതായത് നിങ്ങൾ 2 പേര് അതിൽ ഒരു മിനിറ്റ് കൊണ്ട് ആരാ ആദ്യം എഴുതുന്നതെന്ന് നോക്കും. 2 പേരും ഇവിടെ എന്താണ് ഈ സെയിം സാധനം വരയ്ക്കുക. കാർബോഹൈഡ്രേറ്റിന് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ ക്യാപ്ചർ ചെയ്ത് വെക്കുക. ഇതിന്റെയൊക്കെ പേര് മതി. ഇതൊന്ന് വരയ്ക്കണ്ട. ഇപ്പൊ റൈസ്, വിറ്റ് അങ്ങനെ മനസ്സിൽ. അപ്പൊ ആരാണോ ഏറ്റവും കൂടുതൽ എണ്ണം എഴുതുന്നത് ഒരു മിനിറ്റ് സമയത്തില് അവരാണ് വിന്നർ. ഒരു ഗെയിമാണ്. അപ്പൊ എല്ലാരും ഇതൊന്ന് മനസ്സിൽ നല്ലപോലെ ഓർത്ത് വെക്കണം. 1 മിനിറ്റ് സമയം ടീച്ചർ തരും. ആ 1 മിനിറ്റിൽ മാക്സിമം ഓർത്ത് വെക്കുക. ഒരുമിച്ച് വന്ന് വരയ്ക്കുക, എഴുതുക. 1 മിനിറ്റ് സമയത്തിന് ആദ്യം ചെയ്യുന്നവരാണ് ചെയ്യുന്നത്. മഹേഷ് ഞാൻ പറയുന്നത് വരച്ച് തുടങ്ങിയാൽ പട്ടത്തിലോ അല്ലാതെ നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. തുടങ്ങി.
അവർ രണ്ടൊരു കോപ്പി അടിക്കുന്നത് കോപ്പി അടിക്കുന്നത് വഹിഷ്മ ഭയങ്കര കോപ്പി. കാർബോഹൈഡ്രേറ്റ് വീട്ടിൽ വെച്ച് വൈറ്റമിൻസ് വെജിറ്റബിൾസ് ലീവ്സ് നട്ട്സ് രണ്ടുപേരും ഏകദേശം ഒരുപോലെ ചെയ്തിട്ടുണ്ടല്ലേ? നമുക്ക് രണ്ടുപേർക്കും പ്രൈസ് കൊടുക്കാം അല്ലേ? രണ്ടുപേരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാപ്പ് കൊടുക്കാം രണ്ടുപേർക്കും. തരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇനി മറന്നില്ലല്ലോ എക്സാം എഴുതാനായിട്ട്. പിക്ചർ നമുക്ക് കുറച്ചും കൂടെ മെമ്മറിയിലിരിക്കും. പിക്ചർ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ മെമ്മറിയിൽ കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അടുത്ത ടീച്ചർ ഒരു പുസ്തകത്തിൽ ചോദ്യം പോലെ ചോദിക്കാം. നിങ്ങൾ അതിന് ഉത്തരം പറയണല്ലോ. അപ്പോ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ ജ്യൂസിലുണ്ട്. ഞാൻ ആകാശത്തു നിന്ന് വീഴും, പക്ഷെ ഞാനൊരു പക്ഷിയല്ല. എനിക്ക് രുചിയില്ല, മണമില്ല, നിറമില്ല. വാട്ടർ ആണല്ലേ? അപ്പൊ നമ്മളിപ്പോ ന്യൂട്രിയൻസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം വാട്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതിന് കുളിക്കുന്ന ബാക്കി കാര്യങ്ങളല്ല, അല്ലാതെ നമുക്ക് കുടിക്കാതെ ജീവിക്കാൻ പറ്റുമോ? വെള്ളം കഴിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ദിവസം നമ്മളിപ്പം ഫുഡ് കുറച്ചു നേരം കഴിച്ചില്ലെങ്കിൽ പോലും വെള്ളമില്ലാതെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ലേ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ന്യൂട്രിയൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ വാട്ടറിന്റെ കാര്യം പറഞ്ഞില്ല. പക്ഷെ വാട്ടർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. വാട്ടറും നമ്മുടെ ഈ ബാലൻസ്ഡ് ഡയറ്റില് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഒക്കെ തരുന്ന പോലെ വലിയ എനർജി ഒക്കെ തരുന്നുണ്ടോ വാട്ടർ? ഇല്ല. പക്ഷെ നമ്മളിനി എന്ത് ഹെൽത്തി ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും വാട്ടർ ഇല്ലാതെ അത് എന്താവത്തില്ല, ഡൈജസ്റ്റ് ആവത്തില്ല. ഡൈജഷൻ നടക്കണ്ടേ? അപ്പൊ വാട്ടറിന്റെ പ്രധാന പങ്ക് ഒന്നാമത്തെ എന്താണ്? ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടുതലും പനി വരുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ചൂട്ടപ്പ് ചെയ്യത്തില്ല, ഒത്തിരി കൂടും. അപ്പോഴും നമ്മൾ കൂടുതൽ എന്താ കുടിക്കാനാ പറയുന്നത്? വെള്ളം കുടിക്കാൻ പറയുന്നത്. നമ്മളുടെ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ ആവശ്യമുണ്ട്, വാട്ടർ ആവശ്യമായിട്ട് ഉണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ എന്താ പറയാമോ വാട്ടറിന്റെ? നമ്മളുടെ ഈ കഴിക്കുന്ന ഇത്രയും ന്യൂട്രിയൻസ് ഒക്കെ കഴിച്ചെന്ന് വെച്ച ഒരാള്, അത് അവിടെ തന്നെ നിന്നാൽ മതിയോ? നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലോട്ടും എത്തണം, എല്ലാ അവയവങ്ങളിലോട്ടും എത്തിപ്പെടണം, ന്യൂട്രിയൻസ് എത്തിപ്പെടണം. അപ്പൊ അതെങ്ങനെ, അത് ഏത് വഴി എത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ഈ ബോഡി കൂടെ എല്ലാം ഒഴുകുന്ന ഒരാളുണ്ടല്ലോ, ബ്ലഡ്. അപ്പൊ ഈ ബ്ലഡ് നമ്മുടെ ബോഡി കൂടെ എല്ലാം ഇങ്ങനെ ഒഴുകുന്നതിനെ എന്തോ നമ്മൾ വിളിക്കുന്നേ? ബ്ലഡ് ഫ്ലോ, സർക്കുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? വാട്ടർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ന്യൂട്രിയൻസിനെ എല്ലാ അവയവങ്ങളിലും എത്തിക്കാൻ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഒന്നാമതായിട്ട് പറഞ്ഞ ഡൈജഷൻ. ഇനി എന്ത് ഹെൽത്തി ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെള്ളം ഉണ്ടെങ്കിൽ എന്ത് നടക്കൂ? ഡൈജഷൻ നടക്കത്തുള്ളൂ. അപ്പൊ വെള്ളത്തിനും എന്തുണ്ട്? ഒരു പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ചെറിയൊരു ടോപ്പിക്കാ പഠിച്ചത്. എന്താണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. എന്തു ബാലൻസ്ഡ് ഡയറ്റ്? ന്യൂട്രിയൻസിനെ പ്രൊപ്പോർഷനിൽ നമ്മൾ കഴിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. ന്യൂട്രിയൻസ് എന്താണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞാൽ, എന്താണ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ? ഗ്രോത്തിന്, ബോഡി ബിൽഡിങ്, മെയിൻറ്റെയിൻ ചെയ്യാന്, ഇമ്മ്യൂണിറ്റി ചെയ്യാന് വേണ്ടി ഒക്കെ സഹായിക്കും. നമുക്ക് എനർജി തരാൻ എല്ലാം സഹായിക്കുന്ന ആളാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടാകത്തില്ലയോ? അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ന്യൂട്രിയൻസ് വേണം. ഈ ന്യൂട്രിയൻസിനെ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണം. അപ്പൊ പല ടൈപ്പ് ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോയും ഉണ്ട്, മൈക്രോയും ഉണ്ട്. മാക്രോ എന്തൊക്കെയായിരുന്നു? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്. അടുത്ത മൈക്രോ വൈറ്റമിൻസ്, മിനറൽസ്. മറക്കത്തില്ലല്ലോ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കണം, അതിന്റെ ഫംഗ്ഷനും അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ ആരെ പറ്റി പറഞ്ഞു? വാട്ടർ. വാട്ടർ നമുക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റത്തില്ല. വാട്ടറിന്റെ പ്രധാന പങ്കുണ്ട്. ഒന്നാമതായിട്ട് ഡൈജഷന് സഹായിക്കുന്നു, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ സഹായിക്കുന്നു, ന്യൂട്രിയൻസിനെ നമ്മുടെ ബോഡിയിൽ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തൊരു ആക്ടിവിറ്റിയും കൂടെ ചെയ്യാം. അതായത് ഞാൻ വീഡിയോഗ്രാഫറാ.
ആക്കിയിട്ടൊന്നും എനിക്കില്ല. വെച്ചേക്ക്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്കും ആഹാരം കഴിച്ച് രാവിലെ ആഹാരം കഴിച്ച് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചില്ല. ക്യാൻറ്റീൻ തുറന്നില്ല. ക്യാൻറ്റീൻ തുറന്നില്ല. ഇന്നത്തെ ദിവസം നിങ്ങൾ കഴിച്ച ആഹാരം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെഴുതുന്നുള്ളത്. അപ്പൊ നമുക്ക് അതിന് ഗെയിം പോലെ ചെയ്യാം. അതായത് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എത്ര പോയിന്റ് കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. മഹിഷ്മേ കൺസ്യൂം ചെയ്തെങ്കിൽ അതിന് നമുക്കൊരു 3 പോയിന്റ് കൊടുക്കാം. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിന് ഒരു 3 പോയിന്റ്. അടുത്ത ഫാറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 2 പോയിന്റ്. അടുത്ത മിനറൽസ് ഉണ്ടെങ്കിൽ 1 പോയിന്റ്. വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ അതിന് 1 പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടി എന്ന് കണ്ടുപിടിച്ചേ. നിങ്ങൾ രാവിലെ കഴിച്ച ആഹാരങ്ങൾ ഓർക്കണേ. അതിന്റെ കൂടെ നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചു, വാട്ടർ ഇപ്പൊ നിങ്ങളൊരു 3 to 5 ഗ്ലാസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ്. പക്ഷെ അതൊരു 1 or 2 ഗ്ലാസേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ്. എനിക്ക് 2. നോക്കട്ടെ എത്ര പോയിന്റ് ഉള്ളത് നിങ്ങൾ. ഓർക്കണേ രാവിലെ എണീച്ചാൽ തൊട്ട് ഇപ്പൊ ഈ ക്ലാസ്സിന് തൊട്ട് മുമ്പ് വരെ കഴിച്ചിട്ടുള്ള ഫുഡില് നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 5 ഗ്ലാസ് നിങ്ങളെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നോക്കണം. നിങ്ങൾ മിനറൽസ് കഴിച്ചിട്ടുണ്ടോ, വൈറ്റമിൻസ് കഴിച്ചിട്ടില്ലെങ്കിൽ ബാക്കി സമയങ്ങളിൽ പോയി എന്ത് കഴിക്കണം, മിനറൽസ് ഒക്കെ നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് 11. ഒരു ഗ്ലാസ് പോലും കുടിച്ചില്ല. ഒരു ഗ്ലാസ് പോലും കുടിച്ചില്ല വെള്ളം. ഇല്ല, ഒരു കുപ്പി വെള്ളം കുടിച്ചാലോ? ഒരു കുപ്പി വെള്ളം കുടിച്ചാലോ? ഒരു കുപ്പിയൊക്കെ കുടിച്ചോ. പിന്നെ 2. എൻ്റെ വെള്ളം തീർന്നു. കൂടുതൽ മാർക്ക് കളത്തരം എഴുതരുതേ. കൂടുതൽ മാർക്കുള്ള ആൾക്ക് അടുത്ത സമ്മാനമുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ കഴിച്ച കാര്യം മാത്രം എഴുതിയാൽ മതി. നിങ്ങളെ പോയിന്റ് കൂട്ടാനായിട്ട് ശ്രമിക്കണം. ദിവസവും ബാക്കി വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ കഴിച്ച കുറവായിരിക്കും. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്തിയോ ചോറ് എഴുതി കഴിക്കും. എന്താ അവിടെ വായിച്ചോ? പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ട്. എന്ത് കഴിച്ച പ്രോട്ടീൻ? ഫിഷ് കഴിച്ചു. ഫിഷിൽ നമ്മൾ പ്രോട്ടീൻ കിട്ടുമെന്ന് പഠിച്ചായിരുന്നു. അങ്ങനെ 3 മാർക്ക് ആദ്യം തന്നെ കിട്ടി. കാർബോഹൈഡ്രേറ്റ് ചോറ് കഴിച്ചപ്പോൾ കാർബോഹൈഡ്രേറ്റ് കിട്ടി. ഫാറ്റ് എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ എണ്ണ വെച്ചാണല്ലോ നമ്മൾ അതൊക്കെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ഉണ്ടായിട്ടുണ്ട് 2 മാർക്ക്. വാട്ടർ ഹാഫ് മാർക്കേ ഉള്ളൂ. ഒട്ടും വെള്ളം കുടിച്ചിട്ടില്ലല്ലോ ദിവസം. വൈറ്റമിൻസ് എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിച്ചോ രാവിലെ. അപ്പൊ അങ്ങനെ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. മിനറൽസ് ചായ കുടിച്ച വഴിക്ക് ഇച്ചിരി പാലകത്ത് ചെന്നിട്ടുണ്ട്. ചായക്കകത്ത് കൂടുതലും വേറെ സാധനങ്ങളാണ്. എന്നാലും മൊത്തത്തിൽ ടോട്ടൽ പോയിന്റ് എണ്ണിയോ? 10.5 പോയിന്റ് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ദേവിക എന്തൊക്കെ കഴിച്ചു എന്ന് പറ. പോയിന്റ്സ് ഒക്കെ എത്ര കിട്ടി? 11. എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്? ചോറ് കഴിച്ച്, മീനുണ്ടായിരുന്നു, വെജിറ്റബിൾസ്, വാട്ടർ എത്ര ഗ്ലാസ് കുടിച്ചേ? 1-2 കുടിച്ചോളോ? അപ്പൊ 11 മാർക്കുണ്ടല്ലേ. അടുത്ത വായിച്ചോ. കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരുന്നു, പ്രോട്ടീൻ ഉണ്ടായിരുന്നു, ഫാറ്റ് ഉണ്ടായിരുന്നു, മിനറൽസ് ഉണ്ടായിരുന്നു, വൈറ്റമിൻസ് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു. എനിക്ക് 12. അപ്പൊ വിജയിച്ചിരിക്കുന്ന നമ്മുടെ മായയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ മായക്കുള്ള സമ്മാനം കൊടുക്കാം. അപ്പൊ മായക്ക് എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. മായന്ന് ഒത്തിരി വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളെ പൊട്ടിക്കാൻ കാരണം എന്തായിരുന്നു? വെള്ളം തീർന്നു. നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം അല്ലേ? നിങ്ങളെന്ന് പറഞ്ഞ ഒരു അഡോളസെന്റ് അല്ലേ? ഒരു 14-15 വയസ്സുള്ള പിള്ളേരാണ്. അപ്പൊ എന്ത് വേണം? നിങ്ങൾ ഒരു ദിവസം ഒരു 1.5 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം. ഇവിടെ ഓരോരുത്തരൊക്കെ 1 ഗ്ലാസ് പോലും കുടിച്ചിട്ടില്ല.
നമ്മൾ അത്രയും വെള്ളം നമ്മുടെ ബോഡിക്ക് നമ്മൾ പറഞ്ഞിട്ട് വാട്ടറിന്റെ ഫങ്ഷൻസ് അതുകൊണ്ട് അത്രയും വെള്ളം നമ്മുടെ ബോഡിക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. മനസ്സിലായല്ലോ? ആ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ മനസ്സിലായി അറിയണ്ടേ നിങ്ങൾക്ക്? അപ്പൊ എണീറ്റോ അവിടെ ദേവി എണീറ്റോ? അപ്പം എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? കറക്റ്റ് പ്രൊപ്പോർഷനില് ന്യൂട്രിയൻസിനെ ഉൾപ്പെടുത്തി നമ്മളൊരു ഹെൽത്തി വേയിൽ ആഹാരം കഴിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ആള് ഈ പ്രോട്ടീൻ കിട്ടുന്ന എന്തെങ്കിലും രണ്ട് സോഴ്സ് മീറ്റ് ഫിഷ് എഗ് അത്ര സാധനങ്ങൾ വാട്ടറിന്റെ പ്രാധാന്യം എന്താണ്? ഡൈജഷന് സഹായിക്കും, ബ്ലഡ് സർക്കുലേഷന് സഹായിക്കും, ന്യൂട്രിയൻ സൈക്കിളിന് സഹായിക്കും, പിന്നെ റെഡ്യൂസ് ടെമ്പറേച്ചറിന് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനൊക്കെ സൈക്കിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പിക് ഒക്കെ മനസ്സിലായില്ല. ഹോംവർക്ക് കൂടെ തരാം. എഴുതിക്കൊണ്ട് വരാം. ന്യൂട്രീഷൻ ചാർട്ട്. ന്യൂട്രീഷൻ ചാർട്ട് ഉണ്ടാക്കിക്കൊണ്ട് റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒക്കെ പൊട്ടിച്ചുകൊണ്ട് വൃത്തിയായിട്ട് എന്തുകൊണ്ട് വരണം, ഒരു ന്യൂട്രീഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം. താങ്ക് യു.